നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, അവ ശരിയായ രീതിയിൽ എങ്ങനെ എഴുതാമെന്നുമാണ്. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും ചേരുമ്പോഴാണ് ഹിന്ദിയിലെ മുഴുവൻ അക്ഷരങ്ങളും ആവുന്നത്. അതിലെ ആദ്യ ഭാഗമായ സ്വരാക്ഷരങ്ങൾ എഴുതുന്ന രീതി നമുക്കൊന്ന് പഠിച്ചാലോ? എന്നാ തുടങ്ങാം. E. 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 E എന്ന് എഴുതിയതിനു ശേഷം മുകളിൽ ആ ഒരു ചിഹ്നം കൂടി കൊടുക്കുമ്പോൾ ഈ എന്ന ദീർഘാക്ഷരം വരും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉ. ഹിന്ദിയിൽ ഏത് അക്ഷരം എഴുതുമ്പോഴും അതിൻ്റെ മുകളിലായി ഒരു വര കൂടി കൊടുക്കണം. ഉ എന്ന അക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്തത് ഊ. ഉ എന്ന് എഴുതിയതിന് ശേഷം ഊകാരം കൂടി ചേർക്കുമ്പോഴാണ് ഊ എന്നാവുന്നത്. അടുത്ത അക്ഷരമാണ് റ്. അത് എഴുതുന്നത് ശ്രദ്ധിക്കും. റ്. തെറ്റ് കൂടാതെ എഴുതാൻ ശ്രമിക്കണം. അടുത്ത അക്ഷരം എ. എ എന്ന അക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത്. എ എന്നതിന് മുകളിൽ ഒരു വെട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഐ എന്ന് കിട്ടും. ഐ. അടുത്ത അക്ഷരമാണ് ഓ. നമുക്കറിയാം ആ എന്ന രണ്ടക്ഷരങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിന് മുകളിലായി ഒരു വെട്ടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ഓ എന്ന അക്ഷരം കിട്ടും. അടുത്ത അക്ഷരമാണ് ഔ. ഓ എന്ന് എഴുതിയതിന് ശേഷം അല്ലെങ്കിൽ ആ എന്ന് എഴുതിയതിന് ശേഷം മുകളിൽ രണ്ട് വെട്ട് കൊടുക്കുമ്പോഴാണ് ഔ എന്ന് കിട്ടുന്നത്. ഇനി ആ എന്ന് നമ്മൾ പഠിച്ചതാണ്. അതിന് മുകളിലായി ഒരു ചെറിയ കുത്ത്, അനുസ്വാരം. സ്വരങ്ങളിലെ അവസാനം ആ എഴുതിയതിന് ശേഷം രണ്ട് കുത്ത്, വലതുവശത്തായി രണ്ട് കുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിസർഗം കൊടുത്തു കഴിഞ്ഞാൽ എന്ന് കിട്ടും. ഇങ്ങനെ 13 സ്വരാക്ഷരങ്ങളാണ് ഹിന്ദിയിലുള്ളത്. ഇതിലെ തന്നെ 3 അക്ഷരങ്ങൾ, അതായത് റ്, ഈ 3 അക്ഷരങ്ങൾ സംസ്കൃതത്തിൻ്റെതാണ്. എങ്കിലും ഭൂരിപക്ഷം സമയങ്ങളിലും നമുക്ക് ഹിന്ദി ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ 13 അക്ഷരങ്ങൾ, 13 സ്വരാക്ഷരങ്ങൾ എഴുതിയത്. നല്ലതുപോലെ എഴുതി പഠിക്കണം. എഴുതുന്ന രീതി നല്ലതുപോലെ മനസ്സിലാക്കി എഴുതി പഠിക്കണം. നന്ദി.